കോൺഗ്രസ് പാർട്ടിയിൽ സ്ത്രീകൾ നേരിടുന്ന വിവേചനത്തിനെതിരെയാണ് മഹിളാ കോൺഗ്രസ് കോട്ടയം ജില്ലാ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജെസി ഇപ്പോൾ പരസ്യമായി രംഗത്ത് വന്നിട്ടുള്ളത്. ജെസി നമുക്കിപ്പോൾ ചേരുകയാണ്. എന്താണ് അങ്ങേക്ക് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും നേരിട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾ? കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ടൗൺ വാർഡിൽ 32-ാം വാർഡിൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിരുന്നു ഞാൻ. ഇവിടുത്തെ കോൺഗ്രസിൻ്റെ മുതിർന്ന ഈ വാർഡിലെ നേതാക്കന്മാർ എനിക്കെതിരെ ഒറ്റതിരിഞ്ഞ് എന്നെ ആക്രമിക്കുകയും അവർക്ക് റിബലിനെ നിർത്തിയാനുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലെ കോട്ടയത്തെ വലുതും ചെറുതുമായ എല്ലാ നേതാക്കന്മാരോടും ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ: ഇത്രപാൽ എന്നെ ആക്ഷേപിച്ച് അവർക്ക് ഇനി പാർട്ടി ഭാരവാഹിത്വം കൊടുക്കരുതെന്ന്. പലതവണ മാറി മാറി വന്ന എല്ലാ നേതാക്കന്മാർക്കും KPCC പ്രസിഡന്റുമാർ ഉൾപ്പെടെ അവർക്ക് പരാതി കൊടുത്തിരുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ റിങ്കു ചെറിയാനെ അന്വേഷണ കമ്മീഷനായി വെച്ചു. പുള്ളി പരാതി ഇവിടെ വന്ന് അന്വേഷിച്ചു, തെളിവെടുത്തു. പക്ഷേ ഈ ക്രിസ്മസിൻ്റെ സമ്മാനമായിട്ട് ഈ ആരോപണ വിധേയനായവന് കഴിഞ്ഞ പ്രാവശ്യത്തെ ബാങ്ക് പ്രസിഡൻ്റായിരുന്നു. ബാങ്ക് പ്രസിഡൻ്റായി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് തന്നെയാണ് എനിക്കെതിരെ പ്രവർത്തിച്ചത്. അപ്പോൾ ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് മാറാതെ നിന്ന് പ്രവർത്തിച്ചവർക്ക് ഇനി മുന്നോട്ട് കൊടുക്കരുതെന്നേ പറഞ്ഞുള്ളൂ. അപ്പം പുള്ളിയെ വീണ്ടും മണ്ഡലം പ്രസിഡൻ്റായിട്ട് അവരോധിച്ചിരിക്കുകയാണ്. അപ്പം അച്ചടക്ക സമിതി ചെയർമാൻ ഈ ജില്ലയിൽ നിന്ന് തന്നെയുള്ളയാളാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കടുംപിടുത്തം പിടിച്ചുകൊണ്ടാണ് ഈ പുള്ളീനെ ആക്കിയതെന്ന് പറയുന്നു. ഞാൻ പല പ്രാവശ്യം തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ നേരിട്ട് വിളിച്ച് തന്നെ സംസാരിച്ചിട്ടുണ്ട്. അത് അങ്ങനെ ഒരു അച്ചടക്ക നടപടി പുള്ളി പ്രോത്സാഹിപ്പിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ വീണ്ടും ഇങ്ങനെ വന്നിരിക്കുന്നു. അപമാനിതരായി കോൺഗ്രസ് പാർട്ടിയിൽ തുടരേണ്ട അവസ്ഥയാണോ പല സ്ത്രീകൾക്കും ഇപ്പോൾ നേരിടുന്നത്? നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, കോൺഗ്രസിൻ്റെ എക്കാലത്തെയും വലിയ നേതാവായിരുന്ന നമ്മുടെ ലീഡറിൻ്റെ മകള് പത്മജ വേണുഗോപാൽ വളരെ വ്യക്തമായി ഈ അടുത്ത കാലത്ത് പ്രതികരിച്ചിട്ടുണ്ട് കോൺഗ്രസ്സിൽ സ്ത്രീകൾ നേരിടുന്ന വിവേചനത്തെക്കുറിച്ച്. കോൺഗ്രസിൻ്റെ മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റുമാരായിരുന്ന ബിന്ദുകൃഷ്ണ, ഷാനിമോൾ ഉസ്മാൻ, ലതിക സുഭാഷ് ഈ അടുത്ത കാലത്ത് എന്തുകൊണ്ടാണ് പാർട്ടി വിടേണ്ടി വന്നത്? അപ്പം ഇവർക്ക് ആരെയാണ് അവർ സപ്പോർട്ട് ചെയ്യാറുള്ളത്? സ്ത്രീകൾ എന്തെങ്കിലും പരാതികൾ പാർട്ടി ഉന്നയിച്ചാൽ അത് മുഖവിലേക്ക് പോലും എടുക്കില്ലെന്നാണോ അനുഭവം? അതെ, ഞാൻ എൻ്റെ കാര്യത്തിൽ ഞാൻ കൂടുതലൊന്നും ആവശ്യപ്പെട്ടില്ല. ഞാൻ ആരെയും ഇന്നയാളെ ആക്കണമെന്ന് പറഞ്ഞിട്ടില്ല. എനിക്കെതിരെ പ്രവർത്തിച്ചവർക്ക് തെളിവുണ്ടെങ്കിൽ അന്വേഷിച്ചിട്ട് മാത്രം നടപടിയെടുക്കാനേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ. ഈ നേതാക്കന്മാർ മോശം പെരുമാറ്റമാണ്. പ്രത്യേകിച്ച് തിരുവഞ്ചൂരിനോടൊക്കെ പലതവണ, അച്ചടക്ക സമിതി ചെയർമാനാണ്, അദ്ദേഹത്തോടൊക്കെ പലതവണ ആവശ്യപ്പെട്ടും അദ്ദേഹമൊക്കെ മുഖം തിരിഞ്ഞു നിൽക്കുകയും താങ്കളുടെ പരാതിക്ക് യാതൊരു പരിഗണനയും കൊടുക്കാതിരിക്കുന്ന സമീപനമാണോ സ്വീകരിച്ചത്? തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പല പ്രാവശ്യം എൻ്റെ ഹസ്ബൻഡ് പോയി കണ്ടിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് തന്നെ, ആ ഇലക്ഷൻ ടൈമിൽ തന്നെ പോയി കണ്ടിരുന്നു. അപ്പോൾ നമ്മളെ സുഖിപ്പിച്ച് നല്ല ചക്രവർത്തമാനമൊക്കെ പറഞ്ഞ് വിടും. ഷുഗർ കോട്ടഡ് വാക്കുകളാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന്. അപ്പം ഞാൻ ഈ കഴിഞ്ഞ നവംബർ 21-ന് ജോയിനിയാണല്ലോ മണ്ഡലം പ്രസിഡൻ്റായിട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കടുംപിടുത്തം പിടിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞത്, എനിക്ക് പ്രായമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, വിവരമുണ്ട്, നമ്മൾ തമ്മിൽ പ്രായവ്യത്യാസം ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ തോന്നുന്നത്, ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രായം കൂടിപ്പോയത് കൊണ്ടാണോ എന്നറിയില്ലല്ലോ. എന്തെങ്കിലും പുള്ളിയുടെ ഒരു കടുംപിടുത്തം മനോരമ പത്രത്തിൽ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അവസാന ലാപ്പിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതിപക്ഷ നേതാവും കൂടിയാണ് തീരുമാനമെടുത്തിരിക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന പരാതികൾ യാതൊരു പരിഹാരവും ഉണ്ടാവുന്നില്ല. പല സ്ത്രീകളും വളരെ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണോ ഈ കോൺഗ്രസ് പാർട്ടിയിൽ തുടരുന്നത്? പല സ്ത്രീകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ പ്രലോഭനങ്ങൾ വരുമ്പോൾ, ഓരോ ഭീഷണികൾ വരുമ്പോൾ ആരും തുറന്നു പറഞ്ഞില്ലെന്ന് വരും. പക്ഷെ എനിക്ക് നേരിട്ടത് കോട്ടയം ജില്ലയിലെ വലുതും ചെറുതുമായ മുഴുവൻ നേതാക്കന്മാർക്കും, പേരെടുത്ത് പറയണമെങ്കിൽ പേരെടുത്ത് പറയാം, മുഴുവൻ പേർക്ക് പറയാം, ഇങ്ങനെ ഒരു അപമാനം. എൻ്റെ ഹസ്ബൻഡ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷൻ്റെ ടൈമിൽ ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കുന്നവരാണ്, വീട്ടുകാരും ബന്ധുക്കളും ഒന്നും ഇവിടെ ഇല്ല. ആ സമയത്ത് എനിക്കിങ്ങനെ ഒരു ഇത് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരുത്തരും തിരിഞ്ഞു പോലും നോക്കിയില്ല. അന്ന് ഹസ്ബൻഡ് പ്രഷർ കൂടി മാതാ ഹോസ്പിറ്റലിൽ 2 ദിവസം അഡ്മിറ്റായിരുന്നു. സാർ ഇത്രയും ദുർബല ഹൃദയനാണോ എന്ന് ചോദിച്ച് പരിഹസിച്ചവരായി കോട്ടയം ജില്ലയിലെ നേതാക്കന്മാർ. അല്ലാതെ നമ്മുടെ പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യരുത്. പക്ഷേ ഉമ്മൻചാണ്ടി സാർ എന്നെ വിളിച്ചിരുന്നു. ഞാൻ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്ന് പിറ്റേ ദിവസം തിരുവനന്തപുരത്ത് പുള്ളിയുടെ വസതിയിൽ നിന്ന് എന്നെ വിളിച്ചു, മോളെ ഒറ്റ തിരിഞ്ഞ് നിന്നെ ആക്രമിക്കാൻ വിട്ടതിൽ സങ്കടമുണ്ട്, എന്നോട് പറയാമായിരുന്നു, കുറ്റക്കാർക്കെതിരെ തീർച്ചയായും അന്വേഷിച്ച് നടപടിയെടുക്കുന്നു അദ്ദേഹം എനിക്ക് ഉറപ്പ് നൽകിയിരുന്നു. പക്ഷെ പിന്നീട് മുന്നോട്ടൊന്നും ഉണ്ടായില്ല.
ഇങ്ങനെ പരസ്യമായി പ്രതിഷേധം വരുന്നു, നേതാക്കൾക്കെതിരെ പരസ്യ പ്രതികരണം നടത്തുന്നു, സ്വാഭാവികമായിട്ടും പാർട്ടിയിൽ തുടരാൻ ഇനി വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരികില്ലേ? പാർട്ടിയിൽ തുടരാൻ ബുദ്ധിമുട്ട് എന്താ വരുന്നേ? പാർട്ടി വിടുന്നു എന്നോ പുള്ളിനെ മാറ്റണമെന്നോ ഞാൻ ആവശ്യപ്പെടുന്നില്ല. എനിക്കറിയേണ്ടത് ജോയി എന്ന ആളെ, ആരോപണ വിധേയനായവനെ ഒരു അന്വേഷണവും ഇല്ലാതെ, അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് അങ്ങേര് അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് എന്നെങ്കിലും ഒന്ന് ബോധ്യപ്പെടുത്തണ്ടേ? അപ്പം എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. ജോയിനെ മണ്ഡലം പ്രസിഡൻ്റായി വെക്കുമ്പോൾ കോട്ടയം ജില്ലയിലെ തമ്പ്രാക്കന്മാർ എന്ത് സന്ദേശം നൽകുന്നത്? പെണ്ണുങ്ങൾ, സ്ത്രീകൾ, കുടുംബത്തിൽ പറഞ്ഞവർ ഇങ്ങോട്ട് വേണ്ടെന്നാണോ? അതോ യുവജനങ്ങൾ എന്ത് അപാസത്തരം കാണിച്ച് പൈസ ഉണ്ടാക്കി ഇങ്ങോട്ട് വന്ന് നിങ്ങൾക്ക് സ്ഥാനം തരാമെന്നാണോ? അതോ ഏറ്റുമാനൂർ കോൺഗ്രസ്സിൽ ആണുങ്ങൾ സൽസ്വഭാവമുള്ള ആരും ഇല്ലെന്നാണോ? എന്താ ഇവർ പറയുന്നത്? എന്താ എനിക്കറിയേണ്ടത്? മാറ്റണമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ചോദിച്ചിട്ട് ഞാൻ ഫോൺ വിളിച്ചാൽ ഇവരെടുക്കത്തില്ല. KPCC പ്രസിഡന്റ് ഞാനൊരു 30 പ്രാവശ്യം വിളിച്ചു. പുള്ളിയുടെ ഗൺമാൻ കുറേ പ്രാവശ്യം എടുത്തു, അരമണിക്കൂർ കഴിഞ്ഞ് വിളിക്കുക, പരിപാടിയിലാണ് എന്നൊക്കെ പറയുന്നു. ഇതുവരെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ലിജുവിനെ വിളിച്ചിരുന്നു. ലിജു ആണ് ഇത് ഡ്രാഫ്റ്റ് ചെയ്യുന്നയാൾ. നവംബർ 21 തന്നെ ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ വിളിച്ചതിന് ശേഷം ഞാൻ ലിജുവിനെ വിളിച്ചിരുന്നു. അപ്പോൾ എന്നോട് ഞാൻ പുള്ളിയോട് പറഞ്ഞു, 13,000 അധ്യാപകർ വർക്ക് ചെയ്യുന്ന പാലാ കോപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയിലെ ഒരു അധ്യാപികയാണ് ഞാൻ. അപ്പോൾ പല രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട അധ്യാപകരുണ്ട്. അവർ കാണുമ്പോൾ നമ്മളെ ചോദിക്കും, ടീച്ചർ നീ ഇപ്പോഴും അതിൻ്റെ അകത്ത് തന്നെയാണോ എന്ന് എൻ്റെ സഹപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. ഞാൻ പഠിപ്പിക്കുന്ന വോട്ടവകാശമുള്ള, ചിന്തിക്കാൻ കഴിവുള്ള അധ്യാപക വിദ്യാർത്ഥികളെയാണ്. അവർ ചോദിക്കുന്നത്, മിസ് ഇപ്പോൾ ഏത് പാർട്ടിയിലാണ്? മിസ്സിന് എന്താ അവർ തന്നത്? ഇത്രയും അപമാനം സഹിച്ച് എന്തിനാണ് ഇതിനകത്ത് നിൽക്കുന്നതെന്ന് ചോദിക്കുന്നു. ഞാൻ ഈ നേതാക്കന്മാരോട് പല പ്രാവശ്യം, ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം വാട്സപ്പ് മെസ്സേജുകളിലൂടെയും കത്തയച്ചും എല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എൻ്റെ ആവശ്യം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, ജോയിനെ ഇനി വെക്കരുത്. പക്ഷെ ജോയിനെ അവർ വീണ്ടും മണ്ഡലം പ്രസിഡൻ്റാക്കി. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ബാങ്ക് പ്രസിഡൻ്റായിരുന്നു, ഇപ്രാവശ്യം ബാങ്ക് സ്ഥാനാർത്ഥിയായിരുന്നു. ആ ബാങ്ക് ഇലക്ഷന് ഞാൻ പോയപ്പോഴും ഇവൻ വളരെ ആഭാസം അവിടെ കാണിച്ചത്. അത് ഞാൻ കൊടുത്തതാ പരാതി. കോൺഗ്രസ് പാർട്ടിയിൽ പരാതി പറയുന്ന സ്ത്രീകൾ അപമാനിതരായി പാർട്ടിയിൽ തുടരേണ്ട ഗതികേടാണ് ഡോക്ടർ ജെസി പങ്കുവയ്ക്കുന്നത്. സാംജിത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.